ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡും പഴം കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ച് ഇടിയപ്പ പാത്രത്തിൽ വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ കുറച്ച് നാളികേരം ചിരണ്ടിയെടുക്കണം. അപ്പോഴേക്ക് ഏത്തപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ചൂടോട് കൂടി തന്നെ അതിന്റെ തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കണം. ഈ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്സ് എന്താണ് വൈകുന്നേരം ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പുതിയൊരു വെറൈറ്റി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ. ഇത് കണ്ടോ, തേങ്ങ എന്നും അതിന്റെ ആ വെള്ളം പറ്റിച്ചൊന്ന് എടുക്കണം കേട്ടോ. ഈ ബ്രെഡ് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കണം. എന്നിട്ട് ഈ തേങ്ങയും കൂടെ ഇട്ട്, ഈ വെള്ളം പറ്റിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ, ഒരു 2-3 സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ആ പഴത്തിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് അങ്ങോട്ട് കുഴച്ച് കൂട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഒരു നാരങ്ങ വലിപ്പത്തിൽ അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ടോപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനകത്തിട്ടാണ് കേട്ടോ ഉരുട്ടി ഇതുപോലെ ജിലേബി പോലെ അങ്ങോട്ട് വട്ടത്തിൽ അങ്ങോട്ട് എടുത്ത് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ എല്ലാം റെഡിയാക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ എടുക്കണം കേട്ടോ. ഇടക്കിടക്ക് വിട്ടുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നന്നായിട്ട് എടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ജിലേബി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ട് ഇട്ട് അതിലേക്ക് നമുക്ക് ഇത് പെറുക്കി വെച്ച് 2 വശവും അങ്ങോട്ട് ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.